ഈ മോർണിംഗ് ടാസ്കിൽ പറയുന്നുണ്ടായിരുന്നല്ലോ 5 കോമണേഴ്സിനെ ഇതിലോട്ട് ഇതാക്കണം എന്നൊക്കെ അനീഷ് പറയുന്നുണ്ടായിരുന്നല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ കോമണേഴ്സിന്റെ എണ്ണം കൂടുന്നത് നല്ലതാണോ അതോ എങ്ങനെയാണ്? ആക്ച്വലി മുഴുവൻ കോമണേഴ്സിനെ വെച്ചാണ്, ഫുള്ള് കോമണേഴ്സിനെ വെച്ച്, ആർട്ടിസ്റ്റുകളും സെലിബ്രിറ്റീസ് ഇല്ലാതെ. ഇതിനകത്തൊക്കെ ആരൊക്കെയായിരുന്നു ഈ സീസണിൽ സെലിബ്രിറ്റീസിന്റെ പേര് പറഞ്ഞു? എനിക്ക് സെലിബ്രിറ്റീസ് ആയിട്ട് നമുക്ക് കുറച്ചെങ്കിലും പരിചയം തോന്നിയത് അനുമോൾ, ഷാനവാസും അപ്പാനി ശരത്തും. പിന്നെ വേറെ അധികം എനിക്ക് നമ്മൾ അധികം കണ്ടുപരിചയം ഉള്ളവർ ഇല്ല. അപ്പൊ അവരെല്ലാം കോമണേഴ്സ് അല്ലേ? ദാറ്റ്സ് എ സ്ട്രാറ്റജി. അതൊരു സ്ട്രാറ്റജിയാണ്. ഒരാളകത്ത് ഞാൻ കോമണർ എന്നൊരു ലേവല് കിട്ടിയോണ്ട് അയാൾക്കൊരു അഡ്വാൻറ്റേജ് കിട്ടി. പക്ഷെ അതിൽ ലാലേട്ടൻ വലിച്ചേറി തറയടിച്ചിട്ടുണ്ട്. ലാലേട്ടൻ അതിന്റെ ഫാക്ട് നിരത്തി പറഞ്ഞല്ലോ. ആ പയ്യൻ പറയുന്ന കള്ളത്തരം സാധനവും ഒക്കെ അവിടെ നിന്നുകൊണ്ട് 5 പേരെയും കൂടെ എടുക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് കുറെ നാട്ടുകാർക്ക് തോന്നും, അയ്യോ ഞങ്ങളുടെ അനീഷേട്ടൻ നമുക്ക് വേണ്ടി അതൊരു അതെന്താ പറയുന്നത്, അത് നമ്മളിലേക്ക് ഒരു ചിന്തയെ തള്ളിത്തരയാണ്. മനസ്സിലായോ? ഇൻജെക്ട് ചെയ്യുന്നുണ്ട് സംഭവം, ഇൻജെക്ട് ചെയ്ത് തരുന്നതാണ്. ഒരു പ്രോപ്പർ പ്ലാനാണ് അത്. ഓക്കെ, ഒരു കാര്യം ചെയ്യും. ഒന്നാമതേ ഇതിനകത്ത് വലിയ സെലിബ്രിറ്റീസ് ഒന്നുമില്ല. അതിനകത്ത് ആകെ 2-3 സീരിയൽ നടന്മാരും പിന്നെ പാട്ടുകാരും ഒക്കെ ആയിട്ടുള്ള മനുഷ്യരേ ഉള്ളൂ. സിനിമാ രംഗത്ത് നിന്നും ആരുമില്ല അതിനകത്ത്. അപ്പാനി മാത്രമേ വന്നിരുന്നുള്ളൂ. മനസ്സിലായോ? അപ്പാനി ആദ്യം പുറത്തായി പോവുകയും ചെയ്തു. അപ്പൊ ഇതൊരു കോമണർ ഷോ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ കോമണറാണ്, എന്റെ നെഞ്ചത്ത് എല്ലാവരും കയറുന്നു, ഞാൻ എന്താ കുറഞ്ഞവനാണ്? കുറഞ്ഞവനല്ലെന്നേ, അത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ സീസൺ കംപ്ലീറ്റ്ലി കൊണ്ടുവന്ന ലാലേട്ടൻ തന്നെയാന്ന് തോന്നുന്നു അല്ലേ? ഞാൻ ഒരു അടിക്കുന്നുണ്ട്, ഒരു ദയവില്ല. മറ്റേ പുലിമുരുകൻ സെറ്റപ്പിനകത്ത് ഓടിച്ചോണ്ടിരിക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ കാലി പിടിച്ച് തറയടിക്കുക എന്നുള്ളതാണ്. 50 മില്യനും എടുക്കുന്നില്ല. അതിനൊത്ത കണ്ടസ്റ്റൻസും കൂടി ഈ സീസണിൽ വേണമായിരുന്നു എന്തെങ്കിലും തോന്നലുണ്ടോ? ഇതിനകത്തൊരു വിഷയം എന്താണെന്ന് അറിയാം. ഇപ്പൊ നമ്മളൊക്കെ പിന്നെ ലാലേട്ടൻ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു രീതി ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്, ഹംബിൾ ആയിരിക്കും നമ്മൾ എന്നുള്ളതാണ് കാര്യം. ഹി ഡിസേർവ്സ് ഇറ്റ്. പിന്നെ കാരണം ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ കുഞ്ഞു പ്രായം തൊട്ട് കണ്ടിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ, ഒരു വലിയ ഹീറോ, റിയൽ സെലിബ്രിറ്റി, അങ്ങനത്തെ ഒരു മനുഷ്യൻ. ഒന്നാമത് ഇപ്പം എൻ്റെ മനസ്സിനകത്ത് ഞാൻ അങ്ങനെ ആരെയും ഫാനാക്കി വെക്കുന്ന ആളൊന്നുമല്ല. ശരിക്കും മോഹൻലാൽ എന്ന് പറയുന്ന ആ മഹാനടൻ വന്ന് നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഐ ഫീൽ വെരി ഹാപ്പി. ഇത് സംസാരിക്കാനൊരു അവസരം കിട്ടുന്നല്ലോ എന്നുള്ള ഈ ഒരു ടീമിന് അതില്ല, അതുള്ളതായിട്ട് എനിക്ക് തോന്നിയതേ ഇല്ല. കാര്യം അത് പക്ഷെ എനിക്ക് തോന്നുന്നു ജനറേഷൻ ചേഞ്ചിന്റെ ആയിരിക്കും. എന്ന് വെച്ചാൽ ചേട്ടാ വലിയ അങ്ങനെ ഇപ്പൊ എന്താ പറയാ, ഞങ്ങളുടെ ഏജിലുള്ള പിള്ളേര് കണ്ടാലും ലാലേട്ടനെ കാണുമ്പോൾ എനിക്ക് പക്ഷെ ഇതിനകത്ത് അത് എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. കാര്യം പിന്നെ വീക്കെൻഡ് എപ്പിസോഡിനകത്തൊക്കെ ഇവരുടെ റെസ്പോൺസും ഒരു മര്യാദയില്ലാത്ത രീതിയിലാണ്. വന്നിരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുക, എന്നിട്ട് വായി തോന്നി പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളുടെയൊക്കെ സീസണിൽ നമ്മൾ ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നിങ്ങൾ അവിടെ ഇരുന്നിട്ടാണ് ലാലേട്ടൻ വരുന്നത്. ഇതിൽ ലാലേട്ടൻ വന്നിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കില് ക്ലാസ്സിലൊക്കെ ഇന്റർവ്യൂ കഴിഞ്ഞ് പിള്ളേർ ഓടിക്കയറുന്ന പോലെ വരുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ദിവസം ഈ ഗ്യാപ്പിനകത്ത് ഞാൻ ഇടയ്ക്ക് ചൂടുണ്ടെന്നും പറഞ്ഞിട്ട് കുളിക്കാൻ പോകും. ഞാനൊരു ദിവസം കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഈ തെണ്ടികള് ഞാൻ കുളിയുടെ പകുതിയിൽ ഫുള്ള് ഉടുപ്പ് പോലും ഇടാതെ ഓടി വന്നിരുന്നിട്ട് സോഫയിലിരുന്ന് ഉടുപ്പിടുക. അപ്പോഴേക്കും അപ്പൊ ലാലേട്ട് അവിടെ നിൽക്കേ, എന്താണ് സാബു മോനെ ഇത് വരുന്നത്? ഞാൻ കുളിച്ചോണ്ട് നിൽക്കായിരുന്നു ഞാൻ ഉടുപ്പിടുന്നത്. അത് നമ്മൾ അത്ര എഫേർട്ട് ഇടും. കാര്യം ലാലേട്ടനെ എന്തിനു വെയിറ്റ് ചെയ്യിക്കണം? റെസ്പെക്ട്. അതൊന്നും എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യാനൊന്നുമില്ല. ആ ഏരിയ ഒന്നും സംസാരിക്കുകയൊന്നും ചെയ്തു. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ പറയും. അല്ല, ഇതില് ശരിക്കും പറഞ്ഞാല് നമ്മൾ യൂഷ്വലി ഒരു ബിഗ് ബോസിലും ഫസ്റ്റ് 50 days ആകുമ്പോൾ തന്നെ ഇന്ന ആളുകളായിരിക്കും വിന്നർ, അറ്റ്ലീസ്റ്റ് ടോപ്പ് 3 അല്ലെങ്കിൽ ടോപ്പ് 5 എങ്കിലും നമുക്കൊരു ഐഡിയ കിട്ടും. പക്ഷെ ഈ സീസണില് അങ്ങനെ ഒരു ഐഡിയ കിട്ടുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? സാബുചേട്ടൻ്റെ ഒരു രീതിയിൽ ആരെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ടോപ്പ് 3 എങ്കിലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. കാരണം വി ജഡ്ജ് ബൈ ദെയർ ക്വാളിറ്റീസ്. നൂർജാൻ പറഞ്ഞേ എന്ത് ക്വാളിറ്റി ഉള്ള വെച്ചിട്ട് നമ്മൾ അതിനകത്ത് ജഡ്ജ് ചെയ്യുമെന്ന് എനിക്കൊന്ന് പറഞ്ഞു. ഒരിക്കലും പറ്റില്ല. അത് തന്നെയാണ്, നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യൻ തന്നെയാണ് ഞാനും. ഹൗസിൽ കയറി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പുറത്തുനിന്നുള്ള ഇത് മാറിയോ? ഒന്നും തോന്നിയില്ല. കാരണം ജസ്റ്റ്
ഞാൻ ആ കൂടെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ടാസ്ക് നിങ്ങൾ മര്യാദയ്ക്ക് ഫിനിഷ് ചെയ്യും, എഫേർട്ട് ഇട്, അലമ്പല്ലേ എന്ന് പറഞ്ഞ് അത് പക്ഷെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് എനിക്ക് സന്തോഷമുണ്ട്. ടാസ്കിനെങ്കിലും ബെറ്റർ ആയിട്ട് ചെയ്യുന്ന കുറച്ച് പേര് ആരൊക്കെ ആയിരിക്കും? ടാസ്ക് എങ്കിലും ഇനി ചെയ്ത് കാണണം. ഇതുവരെ അങ്ങനെ ഒരാളെ 17 ടാസ്ക് കൊടുത്തായിരുന്നു ഞാൻ കയറുന്നതിന് മുമ്പ്. 17 ടാസ്കും കുളവാക്കിയിട്ടുണ്ട്. ദേ ഡിഡ്ന്റ് ഫിനിഷ്. ഞാൻ ഇരുന്ന് പറഞ്ഞു കൊടുത്ത് ചെയ്യരുത്, ടാസ്ക് തരുന്നത് ആ ടാസ്കിന് ഞാൻ അതിനകത്തിരുന്ന് ഞാൻ അവർക്ക് ക്ലാരിറ്റിയോടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ് ഓരോ ടാസ്കിൻ്റെയും ഉദ്ദേശം എന്നുള്ളത്. അതിനുശേഷം ഇനിയിപ്പോൾ 3 ആഴ്ച ഉണ്ടല്ലോ, മാറുന്നെങ്കിൽ മാറട്ടെ. ഈ സബുചേട്ടൻ കയറിയതിനകത്ത് ഭയങ്കര നമ്മൾ രസമായിട്ട് കണ്ടോണ്ടിരുന്ന ഒരു എപ്പിസോഡായിരുന്നു അത്, ലൈവൊക്കെ അന്ന് കയറിയത്. അപ്പൊ അവരെല്ലാവരും സൂപ്പറായിട്ട് ഒളിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതും ഒക്കെ. പക്ഷെ അത് ഷാനവാസിക്ക നശിപ്പിച്ച് കൈ കൊടുത്തു. എനിക്കൊന്നും അതുവരെയുള്ള ഫാൻസും കൂടെ പോയിന്ന് തോന്നുന്നു ആളുടെ. ഞാൻ ആ ഏരിയ നോക്കാറില്ല. എനിക്ക് ഇതുപോലെ ടാസ്ക് തന്നായിരുന്നു. ഞാൻ കയറി ഒരു 2-3 ആഴ്ച ദിയെ പ്രാങ്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അതിനകത്ത് കുറെ പേര് എന്റെ കൂടെ നിന്നു. ഞാൻ സ്ട്രേഞ്ചറാണ്, പക്ഷെ ഞാൻ അതിനകത്ത് പോയി ചോദിച്ചിട്ട് കുറെ പേര് എന്റെ കൂടെ കോപ്പറേറ്റ് ചെയ്യാൻ തയ്യാറായി. ചിലര് ഡൗട്ട് ഉണ്ടല്ലോ, ഇവൻ ഇനി എന്താണ് ഒപ്പിക്കാൻ പോണത്, ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അപ്പൊ അയാള് പോയിന്റ് പിടിക്കാൻ വേണ്ടി നമ്മൾ എന്തിനു നിന്ന് കൊടുക്കണം എന്നൊക്കെ. പക്ഷെ അവര് പോലും മിണ്ടാതെ സൈഡിൽ മാറി ഇരുന്നിട്ടുണ്ട്. ഇപ്പൊ ദീപൻ, അർച്ചന, ആ ടീമൊക്കെ ഇതിനകത്ത് ഇടപെട്ടില്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ പിൽക്കാലത്ത് ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളാണ്. പക്ഷെ അവർ മാറിയിരുന്നു, ഇൻവോൾവ് ചെയ്തില്ല. പക്ഷെ ശ്വേത, അനൂപ്, സുരേഷ്, അങ്ങനെ കുറെ പേര് എൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറായി. അതാണ് ഗെയിമിന്റെ ചാമെന്ന് പറയുന്നത്. അല്ലാതെ ഏതാണ്ട് ദിയെ നിന്നെ പ്രാങ്ക് ചെയ്യാൻ പോണുണ്ട് എന്ന് പറഞ്ഞാൽ ആ സാധനം തീർന്നു, ആ കണ്ടന്റ് പോയി. ഈ മന്ദബുദ്ധി ഒരു കാര്യമില്ലാതെ ചിലപ്പോ ഇവന് സൂപ്പർ പവർ കിട്ടിക്കോട്ടെന്ന് എന്ത് കുഴപ്പമില്ല. സൂപ്പർ പവർ കിട്ടിയ വേറൊരാൾക്ക് അങ്ങനെ സെൽഫിഷ് ആയിട്ടൊന്നും മനുഷ്യർ ജീവിക്കരുത്. ഇപ്പൊ അനീഷിന്റെ സാധനം ഹിസ് വെരി സെൽഫിഷ്, വെരി സെൽഫ് സെന്റേർഡ്. ആ പയ്യന് OCD ഉണ്ട്. അതാണ് അവന് സീറ്റ് മാറ്റി കഴിഞ്ഞാൽ അവന് പാനിക് ആകുന്നത്. എന്നോട് പറഞ്ഞു. OCD ഞാൻ പറഞ്ഞില്ല. അവൻ നിങ്ങൾക്ക് ഡിസോർഡർ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്കല്ലേ ഇപ്പൊ ഡിസോർഡർ? ഞാൻ പറഞ്ഞു എനിക്കും ഡിസോർഡർ ഉണ്ട്. നിന്റെ ഓർഡർ എനിക്ക് ഡിസോർഡർ ആണ്, എൻ്റെ ഓർഡർ നിനക്ക് ഡിസോർഡർ ആണ്. സീറ്റ് മാറിക്കഴിഞ്ഞാൽ വിഷയമാണ്. ഞാൻ ചോദിച്ചു, ഈ ബിഗ് ബോസിനകത്തുള്ള മുഴുവൻ സാധനം എല്ലാവരുടെ അല്ലേ? ഹൂ ആർ യു? അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നിരുന്നു. അപ്പൊ അവന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനൊരു കാര്യം പറഞ്ഞാൽ നടന്നില്ല, എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണെന്ന് പറഞ്ഞു. അതായിരിക്കും ഈ പറയുന്നത് തന്നെ റിപ്പീറ്റ് ഒക്കെ ചെയ്യും. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ ഇങ്ങനെ അവിടെ ചെന്ന് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചോ. പറഞ്ഞ് എനിക്കൊരു കാര്യം പറയുന്നത് നടന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരുമല്ലേ എന്ന് ചോദിച്ചു. അതൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അനീഷ നിന്റെ ഓർഡർ ബാക്കിയുള്ളവർക്ക് ഡിസോർഡർ ആണ്, മനസ്സിലായോ? അത് നീ ഐഡന്റിഫൈ ആയിട്ട് നീ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നു പറഞ്ഞു. കാരണം അവനൊരു വരയിട്ട് ഇങ്ങനെ പോകുന്നൊരുത്തനാണ്. അത് ടെലികാസ്റ്റ് ആയെന്ന് പറഞ്ഞാൽ ഞാൻ ഇരുന്ന് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. അനീഷ് ഇപ്പം വാഷ്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ ഒരു നേർ വരെ പോയി ലെഫ്റ്റ് തിരിഞ്ഞ് ആ ഗ്ലാസ് ഡോർ തുറന്ന് അകത്ത് പോകും. അനീഷ് ബാത്റൂമിൽ പോകണം. ഞാൻ ബാത്റൂമിൽ പോകാൻ വേണ്ടിയുള്ള എൻ്റെ റൂട്ട് മാപ്പ് ഇടിയപ്പം പോലിരിക്കും, മൊത്തം കെട്ടി. ഞാൻ അവിടെ പോയി ഇവിടെ പോയി ഇങ്ങനെ കറങ്ങി വരും. നേർ വരെ വന്ന് ഇടിയപ്പത്തിൻ്റെ ഇത് പറയാണ് നേർ വരെ പോവാൻ. അതെങ്ങനെ അനീഷ വർക്കൗട്ട് ആവും? രണ്ടറ്റത്ത് നിൽക്കുന്ന ആളുകൾ. ഇവിടെ വീടിനകത്ത് മുഴുവൻ ഡിഫറെന്റ് ആയിട്ടുള്ള മനുഷ്യരാണ്. നിന്റെ വരയെ കൂടെ അവരെ നടക്കാൻ പറഞ്ഞ നടപടി ഉണ്ടോ? അതാ നിങ്ങൾ ഈ ഒരൊറ്റ സാധനം വെച്ചാ പയ്യനെ നോക്കണ്ടേ? ശരിയാ. ഇറ്റ്സ് ലൈക്ക് ഡിസോറിയന്റഡ് ഗൈ. പക്ഷെ നിങ്ങൾ ഇതിപ്പോ ഇടയണമെന്നുണ്ടെങ്കിൽ മുഴുവൻ തെറിയായിരിക്കും. എനിക്ക് അസൂയ എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും റിയാലിറ്റി പറഞ്ഞേ പറ്റുള്ളൂ. കാര്യം ഇത് ആരും പറയുന്നില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇവന്മാര് തെറി വിളിക്കുമെന്ന് വിചാരിച്ചിട്ട് പറയാതിരിക്കുന്നുണ്ട്. ദിസ് ഈസ് റിയൽ.